ലോകമെമ്പാടുമുള്ള ടെക് ഭീമന്മാർക്കിടയിൽ വീണ്ടും ഒരു പിരിച്ചുവിടൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. ഇത്തവണ പ്രമുഖ അമേരിക്കൻ സോഫ്റ്റ്വെയർ കമ്പനിയായ ഒറാക്കിളിൽ നിന്നാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ 30,000 പേരുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ അതിൽ പകുതിയോളം പേരും ഇന്ത്യക്കാരാണെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ തസ്തിക ഇനി കമ്പനിക്ക് ആവശ്യമില്ല എന്ന ഒറ്റവരി സന്ദേശത്തിലൂടെ 10,000-കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇരുട്ടിലായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലാഭത്തിലോടുന്ന ഒരു കമ്പനി ഇത്രയും വലിയൊരു വെട്ടിനിരത്തലിന് മുതിരുന്നത്? വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇനിയും പിരിച്ചുവിടലുകൾ ഉണ്ടാകുമോ? ഇത്തരം ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കൻ ടെക് കമ്പനിയായ ഒറാക്കിളിൽ ലോകവ്യാപകമായി പിരിച്ചുവിടൽ നടക്കുകയാണ്. 30,000 പേരെയാണ് ലോകമാകെ കമ്പനി പിരിച്ചുവിട്ടത്. ഇതിൽ 12,000 പേർ ഇന്ത്യക്കാരാണ്. പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ അറിയിക്കുന്നതനുസരിച്ച് 1 മാസത്തിനുള്ളിൽ ഇനിയും ജീവനക്കാരെ പിരിച്ചുവിടും. HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നടക്കം ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. 30,000 ജീവനക്കാരാണ് ഒറാക്കിളിന് ഇന്ത്യയിലുള്ളത്. ജീവനക്കാർക്ക് അയച്ച മെയിലിൽ സംഘടനാപരമായ മാറ്റങ്ങളെ കുറിച്ച് അറിയിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. സംഘടനാപരമായ മാറ്റങ്ങളെ തുടർന്ന് കമ്പനിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഫലമായി നിങ്ങൾ വഹിക്കുന്ന സ്ഥാനങ്ങൾ നിർഭാഗ്യവശാൽ അനാവശ്യമാണ്. പിരിച്ചുവിടപ്പെട്ടവർക്ക് അയച്ച മെയിലിൽ കമ്പനി ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യയിലെ ജീവനക്കാരിൽ 1 വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്ക് 15 ദിവസത്തെ ശമ്പളം കമ്പനി നൽകുന്നതാണ്. പിരിച്ചുവിടൽ തീയതി വരെയുള്ള ദിവസത്തിൽ ലഭിക്കാത്ത ശമ്പളം, ലീവ് എൻകാഷ്മെന്റ്, ജീവനക്കാരുടെ യോഗ്യത അനുസരിച്ച് ഗ്രാറ്റുവിറ്റി, 1 മാസം നോട്ടീസ് പീരീഡിനുള്ള ശമ്പളം എന്നിവയും ടോപ്പപ്പായി 2 മാസത്തെ ശമ്പളവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് രാജിവെച്ചവർക്ക് മാത്രമാകും ബാധകം. AI വർക്ക് ലോഡുകൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഡേറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാൻ നിക്ഷേപം നടത്തുകയാണ് ഒറാക്കിൾ. എന്നാൽ നിലവിലെ ഡേറ്റാബേസ് ബിസിനസ് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. ഒറാക്കിളിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിപ്ലവത്തിന് വലിയ പങ്കുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. AI വർക്ക് ലോഡുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള അത്യാധുനിക ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കാനായി വൻതോതിൽ നിക്ഷേപം നടത്താൻ തന്നെയാണ് കമ്പനിയുടെ തീരുമാനം. ഈ പുതിയ സാങ്കേതിക മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത തസ്തികകളെ അനാവശ്യമെന്ന് കണ്ട് ഒഴിവാക്കുകയാണ് ഒറാക്കിൾ ചെയ്യുന്നത്. അതായത് പരമ്പരാഗത IT ജോലികൾ ചെയ്യുന്നവർക്ക് പകരം AI സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരിലേക്കാണ് കമ്പനിയുടെ ശ്രദ്ധ മാറുന്നത്. ഭാവിയിൽ മറ്റ് ടെക് കമ്പനികളിലും സമാനമായ പിരിച്ചുവിടലുകൾ ഉണ്ടായേക്കാം. ഒറാക്കിൾ ഇന്ത്യയിലുള്ള 30,000 ജീവനക്കാരിൽ 12,000 പേരെ പിരിച്ചുവിട്ടത് നമ്മുടെ രാജ്യത്തെ IT ഹബ്ബുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം തന്നെയാണ്. HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നടക്കം ആളുകളെ ഒഴിവാക്കിയത് കമ്പനിയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ സൂചനയാണ്. പിരിച്ചുവിടപ്പെട്ടവർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെടുന്നത് ജീവനക്കാരുടെ മാനസികാവസ്ഥയും സാമ്പത്തിക ഭദ്രതയും സാരമായി ബാധിക്കും. ആഗോളതലത്തിൽ ഒറാക്കിൾ നടത്തുന്ന ഈ സംഘടനാപരമായ മാറ്റം ഇന്ത്യൻ IT വിപണിയിൽ വലിയൊരു ഉദ്യോഗാർത്ഥി പ്രവാഹത്തിന് കാരണമാവുകയും തൊഴിൽ മത്സരം കൂടുതൽ കടുക്കുകയും ചെയ്യും. സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് തൊഴിൽ വിപണിയിലും വലിയ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിലും 10,000-കണക്കിന് ജീവനക്കാരെ ഒന്നിച്ച് തെരുവിലിറക്കുന്നത് IT മേഖലയിലെ അനിശ്ചിതത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഒറാക്കിൾ നൽകുന്ന ആനുകൂല്യങ്ങൾ താൽക്കാലികമായ ആശ്വാസമാണെങ്കിലും നഷ്ടപ്പെട്ട തൊഴിൽ സുരക്ഷ തിരികെ ലഭിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. AI പോലുള്ള പുത്തൻ സാങ്കേതിക വിദ്യകൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുമ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അത് ഭീഷണിയാവുന്നത് ആശങ്കാജനകമാണ്. ഇത്തരം പിരിച്ചുവിടലുകൾ IT ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന പാഠം എന്താണ്? നിരന്തരമായ അപ് സ്കില്ലിംഗ് അനിവാര്യമാണെന്നതാണ്. ആഗോള ടെക് വിപണിയിലെ ഈ അസ്ഥിരത എന്നാണ് അവസാനിക്കുക എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. ജാഗ്രതയോടുകൂടിയും പുതിയ അറിവുകൾ നേടിയും മാത്രമേ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ.